ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ലെന്ന കാഴ്ചപ്പാടാണ് CPIക്കും CPIMനുമുള്ളതെന്ന് ബിനോയ് വിശ്വം. അതിദരിദ്രരല്ലാത്ത കേരളം പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിൽ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന RSS അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന കാഴ്ചപ്പാടാണ് ദേശീയ തലത്തിൽ CPIക്കും CPIMനുമുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ആ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഫണ്ടും ദേശീയ വിദ്യാഭ്യാസവും നയവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ സ്കീം പൂർണ്ണമായും നടപ്പിലാക്കാതെ ഈ ഫണ്ട് കിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, PM ശ്രീയുടെ 6 തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന പദ്ധതിയുടെ ഉള്ളടക്കം വിശദമാക്കുന്ന രേഖകളിലെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന നേട്ടം കൈവരിച്ചതിന്റെ പ്രഖ്യാപനം കേരളപ്പിറവി ദിനമായ നവംബർ 1 വൈകിട്ട് 5 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കാളികളാകും. പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കും. ചലച്ചിത്ര താരങ്ങളായ കമൽഹാസൻ MP, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. 13 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശിയായ കുട്ടിയുടെ നേത്ര പരിശോധനയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി ജലാശയത്തിലെ വെള്ളം ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിവരം. പെൺകുഞ്ഞിനെ പ്രസവിച്ചതിന്റെ പേരിൽ യുവതിക്ക് ഭർത്താവിൽ നിന്ന് ക്രൂരപീഡനം നേരിടേണ്ടി വന്നതായി പരാതി. എറണാകുളം അങ്കമാലിയിലാണ് സംഭവം. കുഞ്ഞ് ജനിച്ച് 28ാമത്തെ ദിവസം യുവതിയെ കട്ടിലിൽ നിന്ന് വലിച്ച് താഴെയിട്ട് തലക്കടിച്ചുവെന്നും അന്ധവിശ്വാസിയായ ഭർത്താവിനെതിരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും യുവതിയും കുടുംബവും വ്യക്തമാക്കി. യുവതിയുടെ പരാതിയിൽ അങ്കമാലി പോലീസ് കേസെടുത്തു. കാനഡയിൽ പഞ്ചാബി ഗായകൻ തേജി കഹ്ലോണിന് വെടിയേറ്റു. രോഹിത് ഗോദാരയുടെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണ് തേജി കഹ്ലോണിനെ വെടിവെച്ചത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. മറ്റൊരു ഗുണ്ടാ സംഘത്തിന് വിവരങ്ങൾ കൈമാറിയെന്ന് ആരോപിച്ചാണ് ഗോദാര സംഘം തേജിയെ ആക്രമിച്ചത്. വയറ്റിലാണ് വെടിയേറ്റത്. സംഭവത്തിൽ കനേഡിയൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആറ്റിങ്ങലിലെ ലോഡ്ജിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശിനി അസ്മിനയുടെ മൃതദേഹമാണ് മൂന്നുമുക്കിലെ ലോഡ്ജ് മുറിയിൽ കണ്ടെത്തിയത്. ഒപ്പം താമസിച്ച ഇതേ ലോഡ്ജിലെ ജീവനക്കാരനായ കോട്ടയം പുതുപ്പള്ളി സ്വദേശി ജോബി ജോർജിനെ കാണാനില്ലെന്ന് പോലീസ് പറഞ്ഞു. പ്രമാണത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവത്തിൽ യാതൊരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള ഹെലിപ്പാഡ് വളരെ വൈകിയാണ് തയ്യാറാക്കിയത്. ലാൻഡ് ചെയ്യാൻ നേരത്തെ തന്നെ ക്രമീകരണം ഉണ്ടാക്കിയിരുന്നു. നിശ്ചയിച്ച സ്ഥലത്തു നിന്ന് 5 അടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. ഇത് സെറ്റാവാത്ത കോൺക്രീറ്റുള്ള ഭാഗത്തായി പോയെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിൽ നേതൃമാറ്റം സംബന്ധിച്ചുള്ള തർക്കങ്ങളും ചർച്ചകളും പുരോഗമിക്കുന്നതിനിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മകനും MLCയുമായ യതീന്ദ്രയുടെ അപ്രതീക്ഷിത പ്രസ്താവന. തന്റെ പിതാവ് രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് പറഞ്ഞ യതീന്ദ്ര സതീഷ് ജാർക്കിഹോളി പിൻഗാമിയാകാൻ സാധ്യതയുണ്ടെന്നും പറയുകയുണ്ടായി. മുഖ്യമന്ത്രി പദത്തിൽ കണ്ണുവച്ചിട്ടുള്ള ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് തലവേദന സൃഷ്ടിക്കുന്നതാണ് യതീന്ദ്രയുടെ പ്രസ്താവന. അതിതീവ്ര മഴ പ്രതീക്ഷിച്ചിരുന്നതിനാൽ മലപ്പുറം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പിൻവലിച്ചു. എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിലടക്കം 10 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, ഇടുക്കി, പാലക്കാട് ജില്ലകളെ കൂടാതെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികൂല കാഴ്ചപ്പാടിന് വിപരീതമാണ് അമേരിക്കൻ പൊതുജനാഭിപ്രായമെന്ന് വ്യക്തമാക്കി റോയിട്ടേഴ്സ് ഇപ്സോസ് പോൾ. പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാകണമെന്നും ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതായി പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.